ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽപ്പുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്സും ഒക്കെ തന്നിട്ട് നമ്മളെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ, ഈ ഒരു അപ്കമിങ് ചാനൽ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രത്യേകം എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് രണ്ട് പേര് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ച ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് ഇതാണ്. ആക്ച്വലി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഉടമ്പടി പുതുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയാം, കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയങ്ങളിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. ക്ലാസ്സുകളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഉടമ്പടി എടുത്ത ആളുകൾക്ക് ഉടമ്പടി പുതുക്കാം. അതിപ്പോൾ ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, അങ്ങനെയൊന്നുമില്ല. ആരൊക്കെയാണോ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉടമ്പടി വീണ്ടും പുതുക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉടമ്പടി പീരീഡ് തീരും. ആ തീർന്ന് കഴിഞ്ഞ് നമ്മൾ ഉടമ്പടി പുതുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി നമുക്ക് ഉടമ്പടി പുതുക്കാവുന്നതാണ്. ഉടമ്പടി പുതുക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എല്ലാം ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഉടമ്പടി പുതുക്കേണ്ടത്, അല്ലെങ്കിൽ പുതുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സുകളായിട്ട് അവിടെ വീണ്ടും എടുത്തു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വെഞ്ചരിച്ച ഉപ്പും അതുപോലെ തൈലവും പത്രവും അങ്ങനെ സർവ്വ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ ചെയ്യണത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ആക്ച്വലി നമ്മൾക്ക് ഉടമ്പടി പുതുക്കണം എന്നുണ്ടെങ്കിൽ പുതുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് ചെയ്യാം. അതിനൊരു മതപരമായിട്ടുള്ളൊരു വേർതിരിവോ കാര്യങ്ങളൊന്നും ഇല്ല കൃപാസനത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് ആർക്കെങ്കിലും കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു നോളജിൽ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീണ്ടും ഉടമ്പടി എടുക്കാം, പുതുക്കാം, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ആള് ചോദിച്ചൊരു കാര്യം, ത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു ഫാമിലിയിൽ നിന്ന് ഒരു ഉടമ്പടി നമ്മൾക്ക് സത്യം പറഞ്ഞാൽ എടുത്താൽ മതി. ഒരു ഫാമിലിയിലെ പലരും നമ്മൾ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരാൾ എടുത്താൽ മതി. ആ ഒരാൾ എടുത്തിട്ട് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ്ലി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അവരന്ന് പറയുന്നുണ്ട്, ആക്ച്വലി ആ ക്ലാസ്സുകളിൽ, എടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരാൾ ഉടമ്പടി എടുത്താൽ മതി. ബിക്കോസ് അവരെടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ മൊത്തമായിട്ട് ഒന്നിച്ചാണ് സമർപ്പിക്കുന്നത് അല്ലേ. അപ്പം ഓരോരുത്തരും ഇപ്പം 2 പേര് ഒന്നിച്ച് ചേർന്ന് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതിനെക്കുറിച്ചും 1-2 പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉടമ്പടി എടുക്കാവും. ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഓരോ കുടുംബത്തിന് ഒരാൾ മാത്രം ഉടമ്പടി എടുത്താൽ മതി. അപ്പം അവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത സമയത്ത് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അല്ലാതെ എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ഉയർച്ചയ്ക്കും എല്ലാവരുടെയും ഒരു മാനസാന്തരത്തിനും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം ഉടമ്പടി എടുത്താൽ മതി. അതുപോലെ തന്നെ കാശുരൂപത്തെക്കുറിച്ചൊരു സംശയം ചോദിച്ചാൽ, കാശുരൂപം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ ധാരണയില്ല. നമ്മളൊരു പ്രാവശ്യം നമ്മുടെ വെഞ്ചരിച്ച നമ്മുടെ ഒറിജിനൽ നമ്മുടെ കാശുരൂപം, നമുക്ക് അവിടെ നിന്ന് കാശുരൂപങ്ങൾ വേറെ മേടിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ ഉടമ്പടിയോട് കൂടെ കിട്ടുന്ന നമ്മുടെ നീലക്കാശുരൂപം, ആ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അവിടെ പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് സംസാരിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. എനിക്കതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഉടമ്പടിയോട് കൂടെ കിട്ടുന്ന കാശുരൂപം അത്ര വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും തന്നെ അത് സൂക്ഷിക്കേണ്ട രീതികളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന ആ ഒരു ഉടമ്പടി കാശുരൂപം നമ്മൾ അത്രയും പവിത്രമായിട്ട് അത്രയും വിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അവിടെ ഇവിടെയും കൊണ്ടുവന്ന് അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ ഇട്ട് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മളത് സൂക്ഷിച്ച് കൊണ്ട് നടക്കേണ്ട ഒരാവശ്യം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. കാരണം ഉടമ്പടി പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മാസത്തെ ആ ഒരു പീരീഡ്, ആ പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സാധനം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് വീണ്ടും മേടിക്കാവോ, ഇതൊന്നും എനിക്ക് അത്ര വലിയ ധാരണയില്ലാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഇച്ചിരി കൂടെ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവിൽ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഒരു ധാരണയില്ല. പക്ഷെ അത് കളയാതെ നമ്മൾ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ രോഗികളെ വിസിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ കാശ് രൂപം കയ്യിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അത്രയും വൃത്തിയായിട്ടും അല്ലെങ്കിൽ അത്രയും കെയർഫുള്ളോ ആയിട്ട് കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എന്നും വെക്കുന്ന സ്ഥലത്ത് അത് വെക്കാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ടോ ചിലപ്പോൾ കാറിലൊക്കെ ഇട്ട് നമ്മൾ കാറിലൊക്കെ വെച്ച് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പം അവിടെ വെച്ച് അങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തി കളയാതെ അത്രയും പവിത്രമായിട്ട് അത് സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്കറിയാം ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കീഴിൽ വന്ന് നമ്മൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൃപാസനം ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക, നമ്പർ അയച്ചു തരുന്നതായിരിക്കും. അതിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അതിൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് നിങ്ങളെ അതിൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതായിരിക്കും. വളരെ ആക്റ്റീവായിട്ട് പോകുന്നൊരു ഗ്രൂപ്പാണ്. ഒത്തിരി പ്രാർത്ഥനയും ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വെൽക്കം കേട്ടോ. താങ്ക് യു. ബൈ.